ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, പണ്ടൊരു 4 അപ്പൂപ്പന്മാരുടെ കൊള്ളയടിക്കുന്ന സിനിമ നമ്മൾ കണ്ടതായിരുന്നു. അതൊരു മെയ്ഡപ്പ് കഥയാണ്. എന്നാൽ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നടന്ന 3 വയസ്സൻ ഡാഡിമാരുടെ കൊള്ളക്കഥയാണ് കേൾക്കാൻ പോകുന്നത്. പണ്ടൊരു ജീനിയസ് ഉണ്ടായിരുന്നു, ഒരു 70-80 കാലഘട്ടത്തിൽ. ഈ ജീനിയസ് ഒന്നും കണ്ടുപിടിക്കല്ല ചെയ്ത്, എല്ലാം കൊള്ളയടിക്കുകയാണ് ചെയ്ത്. 100-ൽ പരം ബാങ്കുകളിൽ ഒരാൾ കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതൊരു വയസ്സൻ. ഇത് മാത്രമല്ല, 18 തവണ ജയിൽ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതും ഒരു ദ്വീപിലെ ജയിലിൽ നിന്ന് പോലും പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നടന്ന ഫോറസ്റ്റ് ടക്കർ എന്ന് പറയുന്ന അതിവിദഗ്ധനായൊരു കള്ളനുണ്ടായിരുന്നു. അയാൾക്ക് പണത്തിനോടൊന്നും ആഗ്രഹമില്ല, കൊള്ളയടിക്കാൻ ഇഷ്ടമാണ്. പുള്ളിയുടെ എന്റർടൈൻമെന്റ് ആണ് ഈ കൊള്ളയടി. അങ്ങനെ ഒരു മനുഷ്യൻ. പുള്ളിയുടെ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2018 റിലീസ് ചെയ്ത ദ ഓൾഡ് മാൻ ആൻഡ് ദ ഗൺ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതൊരു അമേരിക്കൻ ചിത്രമാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ജൂലൈ 26, 1981 കാലത്തൊരു 10 മണിക്ക് ടെക്സാസിലൊരു ബാങ്കിൽ തൊപ്പിയും വെച്ചൊരു അപ്പൂപ്പൻ നിൽപ്പുണ്ട്. ഈ അപ്പൂപ്പൻ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ബാങ്കിൽ പണം എടുക്കാൻ വന്നാൻ തോന്നുന്നുണ്ട് പുള്ളി. എന്നാൽ ഈ സംസാരിക്കുന്ന പെൺകുട്ടി പേടിച്ചിരിക്കുക. ആ കുട്ടി ഈ അപ്പൂപ്പന്റെ ബാഗ് തിരിച്ചു നൽകുന്നു. പുള്ളിക്കാരൻ അതും വാങ്ങി സലാം അടിച്ച് ബാങ്കിന് വെളിയിലേക്ക് നടന്നുവരാണ്. എന്നിട്ട് നേരെ ഒരു കാറിൽ കയറി തന്റെ വെപ്പുമീശ അഴിച്ചു മാറ്റി തോക്കെടുത്ത് ഡാഷ്ബോർഡിൽ വെച്ചിട്ട് കൂളായി അങ്ങേരെ കാറും എടുത്തിട്ട് പോവാണ്. പുള്ളി അവിടുന്ന് പുറപ്പെട്ട ഉടനെ ബാങ്കിലെ ആൾക്കാർ പോലീസിനെ വിളിക്കുന്നു. ഒരു കൊള്ളക്കാരൻ ബാങ്കിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് വെള്ളക്കാറിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് ബാങ്കുകാർ പോലീസുകാരോട് പറയുന്നു. ഇവരെല്ലാം വെള്ളക്കാറും അന്വേഷിച്ച് നടക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ചെറുപച്ച കാറിലാണ് അപ്പൂപ്പൻ രക്ഷപ്പെട്ടു പോകുന്നത്. അവര് കാറിന്റെ കളറ് നേരെ കാണാത്തോണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് വെള്ളക്കാറെന്ന്. ഈ നേരം നമ്മുടെ അപ്പൂപ്പൻ ഒരു മറഞ്ഞ പ്രദേശത്ത് കൊണ്ടുവന്ന് ഈ കാർ നിർത്തിയിട്ട് രൂപവും ഭാവവും ഒക്കെ മാറ്റമുള്ള മറ്റൊരു നീല കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഈ നേരത്ത് പോലീസുകാർ തപ്പിപ്പിടിച്ച് നേരത്തെ കൊള്ളക്കാരൻ പച്ചക്കാറിലാണ് പോയതെന്നും ഇപ്പൊ കാറ് മാറാൻ സാധ്യതയുണ്ടെന്നും ഉള്ള വിവരങ്ങൾ കൈമാറുകയാണ്. സോ ആ സിറ്റിയിലുള്ള പോലീസെല്ലാം അപ്പൂപ്പൻ വണ്ടി ഓടിച്ചു പോകുന്ന അതേ ഭാഗത്തേക്ക് തന്നെ പടയായിട്ട് വന്നുകൊണ്ടിരിക്കുക. പുള്ളി വലിയ വിഷയാക്കാതെ മെല്ലെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ട്രക്ക് റിപ്പയർ ആയി നിൽക്കുന്ന കാണാം. ഒരു അമ്മൂമ്മയുണ്ട് അതിന്റെ ഫ്രണ്ടിൽ. പുള്ളി കാർ നിർത്തി ആ അമ്മൂമ്മയോട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കും. അമ്മൂമ്മ, എനിക്കറിയില്ല, വണ്ടിക്ക് എന്തോ പറ്റി, എനിക്കത് റിപ്പയർ ചെയ്യാൻ അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാനിങ്ങനെ വഴി നിൽക്കുകയാണെന്ന് പറയും. ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അപ്പൂപ്പൻ അതിന്റെ എഞ്ചിനൊക്കെ പരതി നോക്കുന്നു. പുള്ളിയുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അമ്മച്ചിക്ക് അപ്പൂപ്പൻ ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും ഇല്ലെന്ന്. നിങ്ങൾക്ക് എന്തേലും അറിയുമെന്ന് ചോദിക്കുമ്പം ഇല്ല, അറിയില്ല, ഞാനിന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയും അപ്പൂപ്പൻ. ഈ സമയം കൊണ്ട് ആ വഴിയെ വന്ന പോലീസുകാരെല്ലാം ഇവരെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. അവരിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു അപ്പൂപ്പന്റെ ഇവിടുത്തെ വണ്ടി നിർത്തൽ. എന്തായാലും ഞാൻ നിങ്ങളെ പോകേണ്ട സ്ഥലത്ത് ആക്കിയേക്കാന്നും പറഞ്ഞ് അപ്പൂപ്പൻ അമ്മച്ചീനെ പുള്ളിയുടെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് ഒരു ചെറു സംസാരം എന്ന രീതിയിൽ ഡാഡി അമ്മച്ചിയോട് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോയിരുതെന്ന്. അമ്മച്ചി പറയണം, എങ്ങോട്ടും പോയില്ല, കാർ എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണെന്ന്. ആ ട്രക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ആരുടേതാണെന്ന് ചോദിക്കുമ്പം അമ്മച്ചി ചിരിച്ചോണ്ട് പറയും, ഞാനത് കട്ടെടുത്താണെന്ന്. അത് കഴിഞ്ഞിട്ട് അല്ല അതെന്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണ്, പുള്ളിക്ക് അത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അമ്മമ്മ പറയും ജ്വല്ലാണെന്ന്. അതിന് ഡാഡി, ആ പേര് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നുണ്ട്, നിങ്ങൾ കാണാനൊരു സ്വർണം പോലെ തന്നെ ഉണ്ടെന്ന് പറയാണ്. അണ്ണം പഴയകാല ഷൂട്ട് വീരനാ, ഇപ്പൊ റിട്ടയർ ആയെന്നേ ഉള്ളൂ, എന്നാലും ആ പഴയ ചെപ്പടി വിദ്യയൊക്കെ കയ്യിലുണ്ട്. അമ്മച്ചി ചിരിക്കുകയാണ്. പോടാ അവിടുന്ന് കള്ളക്കിളവ. അത് കഴിഞ്ഞ് അപ്പൂപ്പന്റെ പേര് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ബോബ് കള്ളഹനാണെന്ന്. അതൊരു കള്ളപ്പേരാ, കള്ളഹൻ. അത് കഴിഞ്ഞ് എന്താണ് തൊഴിലെന്ന് ചോദിക്കുമ്പം പുള്ളി സെയിൽസിലാണെന്ന് പറയും. എന്താ കച്ചവടം എന്ന് ചോദിക്കുമ്പം അതിലൊന്നും വലിയ കാര്യമില്ല, എന്ത് കച്ചവടം ചെയ്താൽ എന്താ, ജീവിക്കണ്ടേന്നും പറഞ്ഞ് ആ ചോദ്യം തള്ളിക്കളയുക. അങ്ങനെ ഇവർ സംസാരിച്ച് ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. എന്നിട്ട് വീണ്ടും പരസ്പരം അവരുടെ പേഴ്സണൽ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. അമ്മച്ചിക്ക് കുറച്ച് പറമ്പും 2-3 കുതിരകളും ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഒരു ഗ്രാമത്തിൽ പെണ്ണായി അമ്മച്ചി ജീവിച്ചു പോവാണ്. നിങ്ങൾക്ക് കുതിരസവാരി ഇഷ്ടമാണോ എന്ന് അവർ ചോദിക്കുക. ഡാഡി പറയും, ഇല്ല, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതെന്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി വൈകിക്കേണ്ട, ഇനി അധിക നാൾ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അമ്മച്ചി ചിരിക്കുന്നു. അപ്പൂപ്പന് നല്ല വയസ്സായിട്ടുണ്ട്, പക്ഷെ പുള്ളി ഒരു പഴയ സുന്ദരനായ വലിയ നടനായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ എടുത്ത സിനിമകളാണ്. എന്തായാലും അത് കഴിഞ്ഞ് ബില്ല് വരുന്നു. ഡാഡി പേ ചെയ്യാൻ നിൽക്കുമ്പം ഇല്ല വേണ്ട, നിങ്ങൾ എനിക്ക് റൈഡ് തന്നില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ പേ ചെയ്യാമെന്നും പറഞ്ഞ് അമ്മൂമ്മ ബില്ലെടുത്ത് അവരെ കയ്യിലുള്ള പണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇരുന്നവർ സംസാരിക്കും. അവസാനം ഡാഡി പറയാണ്, ഞാൻ സെയിൽസിലൊന്നുമല്ല, നിങ്ങളോട് വെറുതെ പറഞ്ഞതാ. എന്റെ ജോലി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാതായാലോ, വീണ്ടും എന്നെ കാണാതിരുന്നാലോ. അത് കേൾക്കുമ്പോൾ അമ്മച്ചി ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളെ വീണ്ടും കാണുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ?
അപ്പൊ ഡാഡി ആവശ്യമില്ലേ, കാണാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അവരൊന്നും മിണ്ടാതെ ഒരു പേനയും പേപ്പറും എടുത്ത് അവർ അഡ്രസ്സും ഫോൺ നമ്പർ എഴുതി കൊടുക്കുന്നു. അതേ നോട്ടിൽ അപ്പൂപ്പൻ തിരിച്ചെന്തോ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അമ്മച്ചി ചോദിക്കും, നിങ്ങൾ തമാശ പറയല്ലോ, സത്യമാണ് നിങ്ങൾ പറയുന്നത്, എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്. ഡാഡി പറയും, സത്യമാണ്, എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ടതില്ല, നിങ്ങളെ കണ്ടപ്പോൾ ഒരു വിശ്വാസം തോന്നി, അതുകൊണ്ട് പറഞ്ഞാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കൂ എന്ന് ചോദിക്കുകയാണ് അമ്മൂമ്മ. എനിക്ക് തോന്നണത് ഡാഡി താൻ കള്ളനാണെന്നുള്ള കാര്യം പേപ്പറിൽ എഴുതി അറിയിച്ചും തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മൂമ്മ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറയുന്നത്. എന്നാൽ ഡാഡി ഹീറോ ആവട്ടെ, അങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ സ്റ്റൈലല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്കിവിടെ എന്ത് പ്രൂവ് ചെയ്യാനാണ് പറ്റുക? ഇത് വെറും ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരുപക്ഷെ ഇതൊരു ബാങ്ക് ആയിരുന്നെങ്കിൽ ഞാൻ കാര്യമായിട്ട് നിരീക്ഷിച്ചേനെ. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഈ ബാങ്കിലേക്ക് തിരികെ വന്ന് നിരീക്ഷിച്ചേനെ. എന്നിട്ട് കൃത്യസമയം, നേരം വളരെ പ്രധാനമാണ്, കൃത്യസമയത്ത് എഴുന്നേറ്റ് പോയി പണം കൈകാര്യം ചെയ്യുന്ന ആളോട് ചെന്ന് സംസാരിച്ച് തോക്കെടുത്ത് കാണിക്കുന്നു. എന്നിട്ട് അവരോട് പറയും, മാം, ഞാനൊരു കൊള്ളക്കാരനാണ്, ഞാൻ ഈ ബാങ്കിൽ നിന്ന് കുറച്ച് പണം കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്, എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, നിങ്ങൾ ശബ്ദിച്ചാൽ എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടി വരും, ഇവിടെ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും, അതുകൊണ്ട് സഹകരിച്ച് എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ആ ഡ്രോയറിലുള്ള പണം മുഴുവൻ എടുത്ത് ഇടുകയാണെങ്കിൽ ഞാൻ അതും വാങ്ങിച്ച് മിണ്ടാതെ തിരിച്ചു പോയിക്കോളാം. നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് വയലൻസ് ഇഷ്ടമല്ലെന്ന്. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ വിഷമിപ്പിക്കരുത്, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, പണം എടുത്തിട്ടോളൂ എന്ന് പറയുമ്പോൾ അവർ പണം എടുത്തിടും, നമ്മൾ അതും വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് എൻ്റെ സ്റ്റൈൽ എന്ന് പറയാണ് അപ്പൂപ്പൻ. അമ്മൂമ്മ ചിരിയും. അവർ വിശ്വസിക്കുന്നില്ല. അപ്പം അപ്പൂപ്പൻ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും ചിരിക്കുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ കഥയിലെ മറ്റൊരു കഥാനായകനെയാണ് കാണിക്കുന്നത്. പോലീസുകാരനായ ഒരു നല്ല മനുഷ്യൻ. പുള്ളിയുടെ പേര് ഹണ്ട് എന്നാണ്. നല്ലൊരു ഇൻസ്പെക്ടർ പോലീസുകാരൻ. ഒരു മന്ദപ്പന, വലിയ ചാട്ടോ ഓട്ടമൊന്നുമില്ല, വേണ്ടാതെ അങ്ങനെ ഇരുന്നോളൂ. ഇപ്പം 40 വയസ്സായി. ഇന്ന് പിറന്നാളാണ് പുള്ളിയുടെ. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഒരു സുന്ദരിയായ ഭാര്യയും 2 കൊച്ചുമക്കളും, സന്തുഷ്ടമായ കുടുംബം, കാറ്റ് വെളിച്ചം എല്ലാം ഉണ്ട്. ഇതിൽ ഈ പോലീസ് ഹീറോയുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി ഭാര്യയോടും കുട്ടികളോടും പങ്കുവയ്ക്കും. പലരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നമ്മുടെ ഈ പോലീസുകാരൻ താൻ ചെയ്യുന്ന ജോലിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സംസാരിക്കുകയും ചെയ്യും. വയർലെസ്സിൽ കൂടെയൊക്കെ മക്കളാണ് മറുപടി പറയുക. നമ്മളിപ്പോൾ എല്ലാം പിള്ളേരോട് പറയണമെന്നില്ല, പക്ഷെ പല ജോലി സംബന്ധമായ കാര്യങ്ങളും കുട്ടികളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവിടെ അവർക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തതുപോലെയായി, അതുപോലെ തന്നെ പിള്ളേരുമായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. എനിവേ, ഇവിടെ ഹീറോ പിള്ളേരുമായി ഒരു ബാങ്കിലേക്ക് വന്നിരിക്കുക. കാശ് അടയ്ക്കുന്നതോ എടുക്കുന്നതോ സംബന്ധിച്ച് എന്തോ ഒരു പരിപാടിയാണ്. ഇതിൽ മോള് മഴയായതുകൊണ്ട് വരുന്നില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാന്ന് പറയും. സോ മോളെ കാറിൽ ഇരുത്തി മകനെയും കൊണ്ട് ഹീറോ ബാങ്കിനകത്തേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയം ഈ ബാങ്കിനെ ചുറ്റിപ്പറ്റി നമ്മുടെ കള്ളം വല്യപ്പന്മാര് നടപ്പുണ്ടാവും. 3 പേരാണ് അവര്. ഒരാൾ കാറുമായിട്ട് നിൽക്കും, ഒരാൾ വേവ് നോക്കും, മറ്റൊരാൾ ആക്ഷനിലിറങ്ങും. ആ ആക്ഷനിലിറങ്ങുന്ന ആളാണ് നമ്മുടെ ഹീറോ അപ്പൂപ്പൻ ഫോറസ്റ്റ്. ഇപ്പൊ അപ്പൂപ്പൻ കൈവിരൽ എന്തൊക്കെയോ തടവുന്നുണ്ട്, കൈരേഖ പതിയാതിരിക്കാൻ വേണ്ടിയിട്ടത്. കിളവന്മാർ പഠിച്ച ഫ്രോഡുകളാണ്. ഇത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഡാഡിയും പിന്നെ വെളുത്ത മുടിയുള്ള ഡാഡിയും കൂടെ ചേർന്ന് ബാങ്കിനകത്തേക്ക് വരുന്നു. ഹീറോയും മോനും ആ സമയത്ത് ബാങ്കിലുണ്ട്. നേരെ ബാങ്കിൽ ചെന്ന് എനിക്ക് ഇവിടുത്തെ മാനേജറെ കാണണമെന്ന് പറയും ഫോറസ്റ്റ് ഡാഡി. അപ്പോൾ മാനേജർ, ഞാൻ തന്നെയാണ് മാനേജർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഫോറസ്റ്റ് ഡാഡി, ഇങ്ങോട്ട് നോക്കൂ, എനിക്കിതുപോലെയാണ് സംസാരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് കോട്ടിനകത്തുള്ള തോക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ മാനേജർ പേടിക്കും. ഡാഡി, നിങ്ങളുടെ മുറിയിലേക്ക് പോകാൻ വരുമെന്നും പറഞ്ഞ് ആ മാനേജറെയും വിളിച്ച് അയാളുടെ മുറിയിലേക്ക് പോവാണ്. അയാൾ പേടിച്ചിരിപ്പുണ്ടാവും. ഡാഡി തന്റെ ബാഗ് കൊടുത്തിട്ട്, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും കുഴപ്പമാണ്, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ പിന്നെ ഞങ്ങൾ ആരും ഉപദ്രവിക്കില്ല, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഇവിടെയുള്ള പാവപ്പെട്ടവരെ ഉപദ്രവിക്കാതിരിക്കുക, അതുകൊണ്ട് ആ ബാഗ് എടുത്ത് കൗണ്ടറിലുള്ള പണമെല്ലാം ആ ബാഗിനകത്താക്കണം, ഇതാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കൗണ്ടറിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. മറ്റേ വെളുത്ത പാപ്പൻ പുറത്തു നിൽപ്പുണ്ട്. എന്തേലും കുഴപ്പമായാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയുടെ കയ്യിലും തോക്കുണ്ട്. ഇത് കണ്ട മാനേജർ നേരെ കൗണ്ടറിലേക്ക് വന്ന് ഓരോ ഡ്രോയറിൽ നിന്നുള്ള പണം എടുത്ത് ബാഗിൽ നിറയ്ക്കുകയാണ്. എന്നിട്ട് മെല്ലെ ചെന്ന് അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന പെണ്ണിനോട് എന്തോ പറയും. കള്ളന്മാരാണ് എന്നായിരിക്കും മേ ബി. ഇങ്ങനെ സംസാരിച്ചിട്ട് കൊള്ളക്കാർ കാണാതെ അവിടെയുള്ള പാനിക് ബട്ടണിലേക്ക് അമർത്തും. ഇതിൽ അമർത്തിയാൽ ഉടനെ തന്നെ പോലീസുകാർക്ക് സിഗ്നൽ പോകും. എന്നാൽ നമ്മുടെ അപ്പൂപ്പന്മാരത് മനസ്സിലാക്കും. അവരെ കയ്യിൽ ഓൾറെഡി അതിനുള്ള ഡിവൈസ് ഒക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടും ഇവർ പേടിക്കുന്നില്ല. കാരണം എന്തു വന്നാലും പോലീസ് എത്താൻ ഒരു 1-2 മിനിറ്റെങ്കിലും ആവുമല്ലോ. ഇത് മനസ്സിലാക്കി അവർ കൂളായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ ബാഗ് തിരികെ വാങ്ങി നന്ദിയും പറഞ്ഞ് 2 ഡാഡിമാരും ബാങ്ക് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവരിറങ്ങിക്കഴിഞ്ഞ ഉടനെ മാനേജർ ഓടിച്ചെന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട്, എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആരും ഭയപ്പെടരുത്, എനിക്കൊരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ട്. ഈ ബാങ്ക് ഇപ്പോൾ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആരും പേടിക്കാതെ അനങ്ങാതെ നിൽക്കുക, പോലീസ് ഉടനടി എത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചു വെക്കുക. നമ്മുടെ ഡാഡിമാര് പുറത്തിറങ്ങിയ ഉടനെ വണ്ടി ചവിട്ടി വിടാൻ പറയും. എന്നിട്ട് മീശയൊക്കെ അഴിച്ചു മാറ്റുന്നു. ഇവിടെ ബാങ്കിനകത്തെ കസ്റ്റമേഴ്സ് എല്ലാം പേടിച്ചിരിക്കുമ്പോൾ ഹീറോ മാനേജർ അടുത്ത് ഓടിച്ചെന്ന്, എന്റെ മോള് പുറത്ത് കാറിൽ ഒറ്റയ്ക്കാ, എനിക്ക് അവളെയും കൂടി കൊണ്ടുവരണം,
എന്നെ ഒന്ന് പുറത്തു പോകാൻ അനുവദിക്കണം എന്ന് പറയും. എന്നാൽ മാനേജർ കേൾക്കുന്നില്ല. പോലീസ് വരട്ടെ എന്നിട്ട് പോയാൽ മതി എന്ന് പറയുക. അപ്പൊ ഹീറോ ബാഡ്ജ് കാണിച്ചു കൊടുത്തിട്ട് ഞാനൊരു പോലീസാണ്, പറയുന്ന അനുസരിക്കൂ, എനിക്ക് എന്റെ കുട്ടിയെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് പുള്ളിയെ കൺവിൻസ് ചെയ്ത് പുറത്തേക്ക് ഓടി വരാണ് മോളെടുക്കാൻ. അപ്പോഴായിരിക്കും പോലീസുകാരെല്ലാം എത്തുന്നത്. ഈ നേരത്ത് ഡാഡിമാര് അവര് കാർ ഏതോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ 3 പേരും വേറെ 3 കാർ എടുത്ത് തനിയെ പല ദിശകളിലേക്കായി പിരിഞ്ഞു പോവാണ്. വെൽ പ്ലാൻഡ് ആയിരിക്കും കാര്യങ്ങൾ, ആർക്കും ഇവരെ ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റാത്ത പോലെ. തിരിച്ച് ബാങ്കിലേക്ക് വന്നാൽ പോലീസുകാർ മാനേജറെ ചോദ്യം ചെയ്യുന്നു. മാനേജർ പറയും, ഒരു 50-60 വയസ്സിന് ഇടയിൽ പ്രായമുള്ള മനുഷ്യനാ. കണ്ടാൽ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ തോക്കുണ്ടായിരുന്നു. വളരെ ഡീസന്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഒരു ജെന്റിൽമാൻ ആയിരുന്നു. പറഞ്ഞ പോലെ ആള് കാണാനും പ്രവർത്തിക്കുന്നൊക്കെ വളരെ ജെന്റിലായിട്ടാ. ആരെയും ഉപദ്രവിക്കണം എന്നൊന്നും വിചാരിക്കുന്നില്ല. നമ്മുടെ ഡാഡി നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. അതൊരു വില്ല പോലത്തെ വീടാ. ഈ വീട്ടിൽ വന്നിട്ട് താൻ കൊള്ളയടിച്ച പണം പ്രത്യേകം ഉണ്ടാക്കിയ ബേസ്മെന്റ് സേഫിലേക്കിടും. ഇതേ സേഫിന് തൊട്ടടുത്ത് തന്നെ ഇതിനു മുന്നേ കൊള്ളയടിച്ച പണവും കാണാം. അതൊന്നും പുള്ളി ചെലവാക്കിയിട്ടില്ല, കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പിറ്റേന്നാണ് നമ്മുടെ കൂട്ടുകാർ വല്യപ്പന്മാര് ഹീറോ ഡാഡിയെ കാണാൻ വരുന്നത്. 3 പേര് വരുന്ന് നാട്ടുവർത്താനൊക്കെ പറയും, വളരെ സാധാരണക്കാരെ പോലെ. ഈ സമയത്ത് ഹീറോ ഡാഡി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഇലക്ട്രോണിക്സിലും നല്ല പിടിപാടാ. ഇവർക്ക് വേണ്ട ഡിവൈസൊക്കെ പുള്ളിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞന്ന് വൈകിട്ട് നമ്മുടെ പോലീസ് ഹീറോയോട് ഭാര്യ ചോദിക്കും, ആ കൊള്ളക്കേസ് എന്തായി, അത് TV ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടോന്ന്. അങ്ങേര് പറയാണ്, ചെറിയ കൊള്ളയായതുകൊണ്ട് ആരും വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ല, അതൊരു വലിയ ന്യൂസ് ആക്കുകയോ അന്വേഷണം തുടങ്ങുകയോ ചെയ്യുന്നില്ല, കെയർലെസ് ആയിട്ട് വിടുകയാണ്. ഇത് കേട്ട് ഭാര്യ പറയും, എന്നാൽ നിങ്ങൾ ആ കേസ് വെറുതെ വിടില്ലല്ലോ, എന്തായാലും പുള്ളിയെ കണ്ടുപിടിച്ചിട്ടെ ഇനി വിശ്രമിക്കൂ, അതെനിക്ക് മനസ്സിലായി എന്ന് ഭാര്യ പറയാണ്. പിറ്റേന്ന് നമ്മുടെ വല്യപ്പൻ, ഹീറോ വല്യപ്പൻ, ആ അമ്മച്ചിയെ കാണാൻ ചെല്ലാണ്. ഇവര് നേരത്തെ ഭക്ഷണം കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ. നിങ്ങൾ വിളിച്ചതിൽ സന്തോഷം എന്ന് അമ്മച്ചി പറയും. ഞാൻ വിളിച്ചപ്പോൾ വന്നതിൽ എനിക്കും സന്തോഷമെന്ന് അപ്പച്ചൻ പറയുന്നു. എന്നിട്ട് എന്താ ഈ വഴിക്കെന്ന് ചോദിക്കുമ്പം അപ്പം പറയാണ്, എനിക്ക് ബൈബിൾ കച്ചവടം ഈ ഏരിയയിൽ നന്നായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഈ ഏരിയയിലാണെന്ന്. അപ്പം അമ്മച്ചി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പറയുക. പുള്ളിക്കാരൻ ശരിക്കും എന്ത് ജോലിയാണ് ചെയ്യണേന്ന് അമ്മച്ചിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. വല്യപ്പൻ ഗ്രാൻഡ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കുതിരയുടെ പടം വരച്ച് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെയുള്ള പടത്തിലും ലേഡീസ് ഇംപ്രസ് ആവാറുണ്ട്. എന്തായാലും പിറ്റേന്ന് നമ്മുടെ പോലീസ് ഹീറോയ്ക്ക് ഒരു റിപ്പോർട്ടും കൂടെ കിട്ടും. വീണ്ടും കൊള്ള നടന്നിരിക്കുന്നു. സെയിം പാറ്റേണിൽ ഒരു 60-70 വയസ്സുള്ള 3 പേര് ചെന്ന് അടുത്തുള്ള സിറ്റിയിലെ ബാങ്കിൽ കൊള്ളയടിച്ചിരിക്കുന്നു. ഹീറോ അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് ഈ കേസിനെ പറ്റി അന്വേഷിക്കുക. ആ പോലീസുകാരൻ പറയും, വയസ്സായ ആൾക്കാരാണ്, ഒരാൾ തൊപ്പി വെച്ചിരുന്നു, കൗബോയ് ലുക്കിൽ വന്ന് മാനേജറോട് സംസാരിച്ച് പണം അടിച്ചിട്ട് പോവാണ് ചെയ്ത്. ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ കേസ് കേട്ടപ്പോൾ എനിക്ക് വിയേഡായിട്ട് തോന്നി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവളുടെ അനിയത്തിയും ഇതേപോലൊരു കേസ് കണ്ടിട്ടുണ്ടത്രേ, അനിയത്തിയുടെ സിറ്റിയിൽ വെച്ച്. എല്ലാം ഒരുപോലെ തന്നെയാണെന്ന് ആ പോലീസുകാരൻ പറയാ. ഒരു ഓൾഡ് മാൻ വിത്ത് എ ഗൺ. അപ്പൊ ഹീറോ ആ കേസിന്റെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാൻ പറയാണ് പോലീസ് ഹീറോ. ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ സിറ്റിയിൽ ഒരുപാട് ഇതേ പാറ്റേണിലുള്ള ക്രൈം നടന്നിട്ടുണ്ട്. ചെറിയ കൊള്ളയായതുകൊണ്ട് വലിയ ചർച്ചയായിട്ടില്ല. ഹീറോ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും 3-4 സ്ഥലത്ത് ഇതേ ക്രൈം തന്നെ നടക്കുന്നു. ഓൾഡ് മാൻ വിത്ത് എ ഹാറ്റ് ആൻഡ് എ ഗൺ ബാങ്കിലേക്ക് കയറി ചെല്ലുന്നു, തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണവും വാങ്ങിച്ച് ഈസി ആയിട്ട് ഇറങ്ങിപ്പോവാ. കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. ഇവരെല്ലാവരും പറയുന്നത് ഒരേ അടയാളാ. വളരെ ഡീസൻ്റായ 60-70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്ന് സ്നേഹത്തോടെ സംസാരിച്ച് തോക്കും കാണിച്ച് പണം അടിച്ചുകൊണ്ട് പോയി. കണക്കെടുക്കുമ്പോൾ ഇവരെ സ്റ്റേറ്റിൽ മാത്രം 93 റോബറികൾ 2 വർഷത്തിൽ ഈ ടീം ചെയ്തിട്ടുണ്ട്. ആ 3 അപ്പൂപ്പന്മാർ ഇവരെങ്ങനെയാണ് സിമ്പിളായി രക്ഷപ്പെടണമെന്ന് പോലീസുകാർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നാൽ ഹീറോ ഈ കേസെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരേ കുറ്റവാളികളാണെന്ന് ഗവൺമെന്റിന് കാണിച്ചു കൊടുത്തിട്ട് അതൊരു വലിയ ക്രൈമായി പ്രഖ്യാപിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇപ്രാവശ്യം അപ്പൂപ്പൻ ഏതോ ഒരു ചെറിയ ബാങ്കിൽ ചെന്ന് അവിടുത്തെ സ്റ്റാഫായ പെൺകുട്ടിക്ക് ഒരു കത്തെഴുതി കൊടുക്കും. അവള് പുഞ്ചിരിയോടെ അതെടുത്ത് വായിച്ചിട്ട് പേടിക്കുക. അപ്പൊ അപ്പൂപ്പൻ തലയാട്ടി, പേടിക്കൊന്നും വേണ്ട, പൈസയൊക്കെ എടുത്ത് എന്റെ ബാഗിലേക്ക് ഇടുന്ന് പറയും. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പണം എടുത്തിടുന്നു. എന്തിനാ മോള് കരയണമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എന്റെ ഫസ്റ്റ് ഡേയാ, ഇന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് കരയുക. അപ്പൊ അപ്പൂപ്പൻ, പേടിക്കണ്ട, എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവുമല്ലോ, അങ്ങനെ കരുതിയാൽ മതി. ഞാൻ പണം എടുത്ത് പോകുന്നതുകൊണ്ട് നിന്റെ ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇതൊരു കൊള്ളയായതുകൊണ്ട് ഇൻഷുറൻസിലെല്ലാം ക്ലെയിം ആയിക്കോളും, നീ പേടിക്കാതിരിക്കുന്നും പറഞ്ഞ് ആ പെൺകുട്ടി ആശ്വസിപ്പിച്ചിട്ടാണ് അപ്പൂപ്പൻ പണമായിട്ട് അവിടുന്ന് കടന്നു കളയുന്നത്. ഇത് കഴിഞ്ഞ് ഹീറോ വന്ന് അന്വേഷിക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, ആളൊരു കൊള്ളക്കാരനാണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു ജെന്റിൽമാനാണ്, ഹാപ്പിയസ്റ്റ് ജെന്റിൽമാൻ. അപ്പൊ ഹീറോ പുള്ളിയുടെ ഏകദേശമുള്ള രേഖാചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ ആളാണോ എന്ന് ചോദിക്കും. ആ പെൺകുട്ടി അതെ, കാണാൻ ഏതാണ്ട് ഇതേ ലുക്കായിരുന്നു എന്ന് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മയെ അവരുടെ വീട്ടിൽ ചെന്ന് കാണാണ്. ഒരു വലിയ പറമ്പിന് നടുവിലായിട്ട് ഒരു ചെറിയ വീട്. പിന്നെ അമ്മൂമ്മയ്ക്ക് 2-3 കുതിരകളുമുണ്ട്.
അതിനെയൊക്കെ മേച്ച് ഈ പറമ്പൊക്കെ നോക്കി അമ്മൂമ്മ ജീവിക്കുക. ഇതെല്ലാം നിങ്ങളെയാണോ എന്ന് ഡാഡി ചോദിക്കുമ്പോൾ മമ്മി പറയും, എൻ്റെ മാത്രമല്ല, ബാങ്കിനും പങ്കുണ്ട്. ബാങ്കിൽ കുറേ പണം ലോണായി എടുത്തിട്ടുണ്ട്, അത് അടച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ശ്രമിക്കുക. ഇതെല്ലാം വിറ്റുപെറുക്കി മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇത് വിട്ട് ഞാൻ എവിടെ പോകാനാ? എൻ്റെ ലോകം ഇതാണ്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പറ്റുന്നത്ര ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മൂമ്മ നിങ്ങളെ കല്യാണം കഴിഞ്ഞാണോ എന്ന് വല്യപ്പനോട് ചോദിക്കുകയാണ്. അപ്പം പറയും, പണ്ടൊരു തവണ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞങ്ങൾ വേർപിരിഞ്ഞു. അതിൽ കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലായിരിക്കാം എന്ന് മാത്രമാണ് പുള്ളി പറയുക. ഈ സമയത്ത് ഹീറോ ഈ വയസ്സക്കള്ളന്മാർ ചെയ്ത ക്രൈമൊക്കെ നിരത്തി അതൊരു മാപ്പിൽ മാർക്ക് ചെയ്ത് പുള്ളിക്കാർ ട്രാവൽ ചെയ്യുന്ന പാറ്റേൺ കണ്ടുപിടിക്കുകയാണ്. സഹായത്തിനായിട്ട് 2 കുട്ടികളുണ്ട്. അവരോട് ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചിട്ടാണ് ഹീറോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ പിള്ളേർ ചോദിക്കുക, ആ അപ്പൂപ്പനൊരു ബാഡ് ഗൈ അല്ലേ, ഡാഡി എപ്പോഴാണ് പുള്ളിയെ പിടിക്കാൻ പോകുന്നതെന്ന്. അധികം വൈകാതെ പിടിക്കുമെന്ന് ഹീറോ പറയാണ്. ഇത് കഴിഞ്ഞ് 1981 സെപ്റ്റംബർ 26 നമ്മുടെ കള്ളൻ ഡാഡി വലിയൊരു ബാങ്കിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇത്രയും നാൾ ചെയ്തത് ചെറിയ ചെറിയ ക്രൈംസാ. ഇപ്രാവശ്യം വലിയൊരു ബാങ്കിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സിറ്റിയിലേക്ക് തന്റെ കൂട്ടുകാർ വല്യാപ്പന്മാരെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഇവർ 3 പേരും കൂടെ ചേർന്ന് ഇത് കൊള്ളയടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. ബാങ്കിനെ ഇവർ ദൂരെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സംഭവം വലിയ ബാങ്കാണ്, റിയലി ബിഗ് ബാങ്ക്. ഇങ്ങോട്ട് കയറുന്നത് റിസ്ക് അല്ലേ എന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണ്ടേ. അതുകൊണ്ട് ഇവർ 3 പേരും കസ്റ്റമേഴ്സിനെ പോലെ ഈ ബാങ്കിനകം കൂടെ ചെന്ന് പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഫോറസ്റ്റ് വല്യപ്പൻ എത്ര സമയത്തിനുള്ളിൽ കൊള്ളയടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നൊക്കെയുള്ള ടൈം നോട്ട് ചെയ്ത് വയ്ക്കും. ദിവസവും സ്വർണവും പണവും ബാങ്കുകാർ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ അകത്തേക്കും കൊണ്ടുവരുന്നുണ്ട്. ഈ ടൈമൊക്കെ ഇവർ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ബാറിൽ ചെന്ന് 2 പെഗ്ഗൊക്കെ കഴിച്ച് തൻ്റെ ചെറുപ്പകാലത്തെ ശോകകഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഡാഡിമാർ. അതിൽ വെള്ളപ്പൂപ്പന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം രണ്ടാനച്ഛൻ വന്ന് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഏതോ ക്രിസ്മസ് ഡേക്ക് നല്ല അടി കിട്ടിയതുകൊണ്ട് അന്ന് മുതൽ പുള്ളിക്കാരന് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വെറുപ്പാ. ഈ കഥയൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡാഡി ഒരു വിഷ് പറയാൻ വേണ്ടി അന്ന് വൈകിട്ട് അമ്മൂമ്മയെ വിളിക്കും. ക്രിസ്മസ് ആശംസ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊരു ജോലിയായി മിസോറിയിലേക്ക് വന്നിരിക്കുക, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം എന്ന് പറയാണ്. അന്ന് രാത്രി ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത്രയും നാൾ പോലീസ് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ ക്രൈം എടുത്ത് തലയെ വെക്കണോ? നമ്മളെ കൊണ്ടത് താങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആഫ്രിക്കൻ അപ്പൂപ്പൻ. അപ്പൊ വെള്ളമുടി അപ്പൂപ്പൻ പറയും, എനിക്ക് ഒരുപാട് പ്രായമായി, ഇനിയും ഈ ചില്ലി കാശിന് വേണ്ടി പല ക്രൈംസ് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്ക് സെറ്റിലാവണം. മുട്ടൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഒറ്റക്കൊള്ള രാജ്യത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ചെന്ന് സെറ്റിലാവുക, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിൽ തട്ടിപ്പോയാലും കുഴപ്പമില്ല, എനിക്കിത് ചെയ്തേ മതിയാകൂ എന്ന് പറയാണ് പുള്ളി. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ഫോറസ്റ്റ് ഡാഡിയോട് ചോദിക്കും, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഡാഡി പറയാണ്, ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാറില്ല, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. സോ പുള്ളിക്കാരൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഇവരാ കൊള്ള നടത്താൻ പോകുന്നു. എന്നാൽ അന്ന് വൈകിട്ട് ഇവരെ 3 പേരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന ന്യൂസ് TV-യിൽ ടെലികാസ്റ്റ് ചെയ്യും. ഈ നമ്മുടെ ഡാഡിമാർ കാണുന്നുണ്ട്. ഇത്രയും നാൾ ഇവർ വിചാരിച്ചില്ല ഇവരെ കേസ് ഒരു മെയിൻ കേസായിട്ട് പോലീസുകാർ പരിഗണിച്ച് ഇവരെ പുറകെ വരുമെന്ന്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കുന്നാവട്ടെ നമ്മുടെ പോലീസ് ഹീറോ ജോൺ ഹണ്ടും പുള്ളിക്കാരന്റെ മുഖവും കൂടെ ഫോറസ്റ്റ് ഡാഡി കാണുന്നുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ടും അവരെല്ലാം പിടിച്ചിരിക്കുമെന്ന് ഹീറോ കോൺഫിഡൻസ് ആയിട്ട് TV-യിൽ പറയുന്നുണ്ടാവും. എന്നാൽ പിറ്റേന്ന് രാവിലെ പോലീസ് ഹീറോയ്ക്ക് കോള് വരികയാണ്, നമ്മൾ നേരത്തെ കണ്ട വലിയ ബാങ്കില്ലേ, ആ വലിയ ബാങ്കിൽ കൊള്ള നടത്തിയിരിക്കുന്നു. സ്വർണമാണ് അവരടിച്ചിട്ട് പോയിരിക്കുന്നത്, പണമല്ല. ഇത് വലിയ ബാങ്ക് ആയതുകൊണ്ട് അവിടെ CCTV ഉണ്ട്. അതിൽ ചില പല വിഷ്വൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമായിട്ട് കടന്നു കളയാൻ നേരം സെക്യൂരിറ്റി 2 തവണ അവർ ഷൂട്ട് ചെയ്തിരുന്നു. അതിൽ ഒരു ഉണ്ട എന്തായാലും കൊണ്ടിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറയും. ഈ സ്വർണ്ണക്കട്ടികൾ കൊണ്ടുപോയ ആൾക്കാർക്ക് അതങ്ങനെ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും വിൽക്കാൻ ശ്രമിച്ചാൽ തന്നെ പോലീസുകാർ കണ്ടുപിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ വെയിറ്റ് ചെയ്ത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കണം. ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ടാവുമോ എന്ന ചോദ്യമായിരിക്കും ഹീറോയ്ക്ക്. ആ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് ലേഡി ഈ വല്യപ്പന്മാര് നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവരെഴുതി വെച്ചൊരു നോട്ട്, ഒരു പണത്തിന്റെ നോട്ട് കാണിച്ചു കൊടുക്കുക. അതിൽ ഫോറസ്റ്റ് ഡാഡി ഈ പോലീസുകാരനൊരു വിഷ് കൊടുത്തിരിക്കുകയാണ്. ഒപ്പം അവരെ ഗ്യാങ്ങിന്റെ പേര് എഴുതിയിട്ടുണ്ട്, ദ ഹിൽ ഗ്യാങ്. ആ 3 പേരും അടങ്ങുന്ന ഗ്യാങ്ങിന്റെ പേരാണ് ഹിൽ ഗ്യാങ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ആഫ്രിക്കൻ ഡാഡി ഇല്ലേ, പുള്ളിക്കാരനാണ് പാവം വെടിയേറ്റത്. മറ്റേ വെള്ളമുടി തന്ത പഴയൊരു ഡോക്ടറാണ്, പാതി പഠിച്ച ഡോക്ടർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ആ ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ അറിയാം. സോ ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇവർ രക്ഷപ്പെടുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാറും എടുത്ത് ഏതോ ഗ്രാമത്തിലേക്ക് ഇവർ 3 പേരും കൂടെ ഓടിച്ചു പോകും. പോലീസാണെങ്കിൽ സിറ്റിയിലൊക്കെ ഇവരെ വലവീശി തേടിക്കൊണ്ടിരിക്കുക. കുറേയധികം CCTV വിഷ്വൽസും അവർക്ക് കിട്ടിയിട്ടുണ്ട്.
പട്ടാപ്പകലി 3 പേരും അകത്ത് വന്ന് സേഫ്റ്റി ലോക്കർ കാണണമെന്നും പറഞ്ഞ് ഏതോ മാനേജറെയും വിളിച്ചുകൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി അകത്തു നിന്നുള്ള സ്വർണ്ണമൊക്കെ അടിച്ചെടുത്തിട്ട് പോയതാണ്. സാധാരണ മുന്നേ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വലിയ കൊള്ളയാണ് നടത്തിയിരിക്കണമെന്ന് മാത്രം. ഈ വലിയ കൊള്ള നടത്തിയതുകൊണ്ട് തന്നെ കേസ് ഹീറോയുടെ കൈവിട്ടു പോകും. ഇന്റലിജന്റ് ഏജൻസിയിലെ ആൾക്കാർ വന്ന് ഈ കേസിനെ അവരാണ് അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും അവർക്ക് കൈമാറണമെന്ന് പറയും. എന്നിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ഈ ക്രിമിനൽസിനെ പറ്റിയുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഓഫീസർമാർ. ഹീറോ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയും. എന്നാൽ ഈ കേസ് കൈവിട്ട് പോയതുകൊണ്ട് പുള്ളിക്കാരന് നല്ല സങ്കടമുണ്ട്. എങ്ങനെയെങ്കിലും ആ കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്നുണ്ട്. ഇത് ഹീറോ മക്കളോട് പറയും. അപ്പൊ മോളാവട്ടെ അപ്പനേക്കാളും നന്നായിട്ട് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ അറിയില്ല. എന്നാലും പപ്പയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, അവരയാളെ പിടിക്കുന്നില്ല, അവർക്ക് പിടിക്കാൻ കഴിയില്ല, ഇനി പിടിച്ചാൽ തന്നെ വീണ്ടും ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പപ്പ അയാളെ ചേസ് ചെയ്യുന്നതിലാണല്ലോ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പൊ വീണ്ടും ചേസ് ചെയ്ത് പോയിക്കോളൂ. ഇങ്ങനെ വേറെ ഏതോ വീക്ഷണത്തിൽ അഡ്വൈസ് കൊടുക്കുകയാണ് മോള്. അതൊരു താൽക്കാലിക സമാധാനം ഉണ്ടാക്കും ഹീറോയ്ക്ക്. ഈ സമയത്ത് നമ്മുടെ ഡാഡിമാർ അവർ കൊള്ളയടിച്ച സ്വർണ്ണപ്പണ്ടം അത് സമമായി വീതിച്ച് ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. നമ്മുടെ ഫോറസ്റ്റ് ഡാഡിയുടെ വീട്ടിലാണ് ഇവർ ഒത്തുകൂടിയത്. ഈ ഡാഡിയുടെ വീടിന് നേരെ എതിർഭാഗത്തായിട്ടൊരു സെമിത്തേരി ഉണ്ട്. നമ്മുടെ വെള്ളക്കാരൻ പാപ്പൻ ചോദിക്കും, നീ അറിഞ്ഞുകൊണ്ടാണോ സെമിത്തേരിക്ക് മുന്നിൽ തന്നെ വീട് വാങ്ങിച്ചത്? മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി അടക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത്? അതിന് ഫോറസ്റ്റ് ഡാഡി പറയാണ്, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്തായാലും കിട്ടിയത് ലാഭമായി. മരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ട്രാവൽ എക്സ്പെൻസ് വരില്ലല്ലോ, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കത്ത് ലഭിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോ എന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഹീറോ അത് തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഒപ്പം ഒരു ഫോട്ടോയും കാണാം, ഒരു കുടുംബത്തിന്റെ ഫോട്ടോ.